കോൺഗ്രസിനോ രാജ്യത്തിനോ മാത്രമല്ല ലോക സാമ്പത്തിക രംഗത്തിന് തന്നെ ഇതുപോലെ കോൺട്രിബ്യൂഷൻസ് നൽകിയ ഒരു ഭാരതീയൻ ഈ നാടിൻ്റെ ഏറ്റവും വലിയ അഭിമാനമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കോടിക്കണക്കിന് ജനങ്ങളെ ദാരിദ്ര്യരേഖയുടെ മേലെ കൊണ്ടുവന്നൊരു ഭരണാധികാരിയാണ്. ഒരേ സമയം അദ്ദേഹം ഈ നാടിൻ്റെ എക്കണോമിയെ ലിബറലാക്കി എന്നുള്ളത് മാത്രമല്ല, അതേസമയം തന്നെ സാധാരണ ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടി അതിശക്തമായിട്ട് നിലകൊണ്ടു എന്നുള്ളതാണ്. 91 ശേഷമുള്ള ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടന്ന പരിഷ്കാരങ്ങൾ ശരിക്കും ഒരു വിപ്ലവകരമായൊരു ട്രാൻസ്ഫോർമേറ്റീവ് പീരീഡിൽ ഇന്ത്യയെ അതുപോലെ നയിച്ച ഒരാളാണ്. ഇന്ന് ഈ നാട് കാണുന്ന പല സൗകര്യങ്ങളുടെയും അടിത്തറ നമ്മുടെ എക്കണോമിക്ക് ഉണ്ടാക്കി കൊടുത്തൊരു നേതാവാണ്. അതേസമയം തന്നെ ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് തൊഴിലിനെ ഒരവകാശമാക്കി മാറ്റിയ നിയമം പാസ്സാക്കുന്ന, അതുപോലെ തന്നെ ഭക്ഷണത്തെ, വിദ്യാഭ്യാസത്തെ, വിവരത്തെ, ഇത്തരം കാര്യങ്ങളിലെല്ലാം സാധാരണ ജനങ്ങൾക്ക് അവകാശം എത്തിച്ചു കൊടുത്ത നേതാവുമാണ്. ഒരു സമയം എക്കണോമിയെ എല്ലാ ടേമോയിൽസിൽ നിന്നും പിടിച്ചു നിർത്താൻ സാധിച്ചു. ലോകം സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ പിടിയിലകപ്പെട്ടപ്പോഴും, ബാങ്കുകൾ ലോകവ്യാപകമായി തകർന്ന് തരിപ്പണമായപ്പോഴും, ഇൻഷുറൻസ് കമ്പനികൾ ഉൾപ്പെടെ വലിയ നഷ്ടങ്ങളിലേക്ക് കൂപ്പുകുത്തിയപ്പോഴും ഒരു കോപ്പറേറ്റീവ് ബാങ്ക് പോലും ഇന്ത്യ രാജ്യത്തന്ന് അടച്ചുപൂട്ടേണ്ടതായിട്ട് നമ്മുടെ ഓർമ്മയിലില്ല. അതുപോലെ ഇന്ത്യയെ കാത്തൊരു ഭരണാധികാരി. അതേസമയം തന്നെ രാഷ്ട്രീയ വിമർശനങ്ങളോട് പലപ്പോഴും അദ്ദേഹം അർഹിക്കാത്ത തരത്തിലുള്ള വലിയ ആക്ഷേപങ്ങൾക്ക് പലരും നേതൃത്വം നൽകിയപ്പോഴും മാന്യതയും പക്വതയും കൈവിടാതെ ഈ രാജ്യത്തിൻ്റെ ലെഗസി കാത്ത, അതിൻ്റെ ഇൻ്റഗ്രിറ്റി കാത്ത നേതാവ് കൂടിയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ജയമുണ്ടായപ്പോഴും, തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി ആയപ്പോഴും, അതുപോലെ തന്നെ തുടർച്ചയായി ഭരണം ഉണ്ടായപ്പോഴും, പരാജയം വരുമ്പോഴും ഒരിക്കലും ഈ നാട്ടിലെ ജനതയെ ഒരിക്കലും കീറിമുറിക്കാൻ ശ്രമിച്ചിട്ടില്ല. വിഭാഗീയ അജണ്ടകൾക്ക് തൻ്റെ പദവിയോ തൻ്റെ പൊതുപ്രവർത്തനമോ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇത് ദ ഗ്രേറ്റസ്റ്റ് സൺ ദിസ് കൺട്രി ഹാസ് എവർ പ്രൊഡ്യൂസ്ഡ്. ഈ നാട് ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നാണ്. ഇത് കോൺഗ്രസിനും രാജ്യത്തിനും മാത്രമല്ല, ലോക സാമ്പത്തിക രംഗത്തിന് തന്നെ വലിയ നഷ്ടമാണ്. ഒബാമ പോലും ആ ക്രൈസിസിൻ്റെ സമയത്ത് ഡോക്ടറുടെ പക്കൽ ഇതിന് വല്ല പ്രിസ്ക്രിപ്ഷൻ ഉണ്ടോ, മരുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് വെൻ സിംഗ് സ്പീക്സ് വേൾഡ് ലിസൺസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു വിശ്വപൗരനായി ഇന്ത്യ രാജ്യത്ത് നിന്ന് ലോകത്തിന് തൻ്റെ സാമ്പത്തിക നേതൃത്വം നൽകാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. പരിപൂർണമായിട്ടുള്ള അർത്ഥപൂർണമായിട്ടുള്ള ഒരു ജീവിതമാണ് ഈ നാടിന് വേണ്ടി അദ്ദേഹം നയിച്ചത്. സിംഗിന് വിട പറയാൻ ഒരുങ്ങുകയാണ്. AICC ആസ്ഥാനത്ത് പൊതുദർശനം പുരോഗമിക്കുകയാണ്. കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാരെല്ലാം തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. അന്തർദേശീയ രംഗത്തും വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഭരണാധികാരിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. ഷബി പറമ്പിൽ തുടരുകയാണ്. കണക്കുകൾക്ക് വരെ അദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഹിസ്റ്ററി വിൽ ബി കൈൻഡർ ടു മീ. ഹിസ്റ്ററി ഈസ് നോട്ട് ജസ്റ്റ് കൈൻഡർ ടു ഹിം, ഹിസ്റ്ററി ജഡ്ജസ് ഹിം ആസ് ദ ഗ്രേറ്റസ്റ്റ് സൺ ഓഫ് ദിസ് നേഷൻ. ഈ നാട് ലോകത്തിന് നൽകിയ ഏറ്റവും സംഭാവനയായിട്ടാണ്. അപ്പോൾ ഒരു ശ്രമങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ വില കുറച്ച് കാണാൻ കഴിയില്ല. ആരതിനെ ശ്രമിച്ചാലും അതിൻ്റെ എല്ലാം മേലെ ഉയർന്നു നിൽക്കുകയാണ്. ഈ രാജ്യം എക്കാലത്തും ഈ രാജ്യം സൃഷ്ടിച്ച ഏറ്റവും മഹത്തായ പുത്രന്മാരിൽ ഒരാളാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. സംസാരിക്കുകയായിരുന്നു.